പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരിസ്മ പെന്തക്കോസ്താഭിഷേക ധ്യാനം 6-ാം ദിവസം. ഇന്നത്തെ ധ്യാന വിഷയം പെന്തക്കോസ്തയിലേക്ക് സഭയെ നയിക്കുന്നത് പരിശുദ്ധ മറിയമാണ് എന്നതത്രേ. ദൈവം സംവിധാനം ചെയ്ത മാനവരക്ഷാ പദ്ധതിയിൽ പരിശുദ്ധ കന്യക മറിയത്തിന് അതുല്യമായൊരു പങ്ക് ഉണ്ടാകണമെന്ന് ദൈവം തിരുമനസ്സായി. ഉൽപ്പത്തി 3:15 രേഖപ്പെടുത്തിയിരിക്കുന്ന രക്ഷാപദ്ധതിയുടെ ആദ്യ പ്രഖ്യാപനത്തിൽ തന്നെ ഇത് വ്യക്തമാണ്. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും, നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തല തകർക്കും. സാത്താന്റെ തല തകർക്കുന്നത് രക്ഷകൻ തന്നെ ആണെങ്കിലും സാത്താനെതിരായ സ്വർഗത്തിന്റെ യുദ്ധത്തിലെ മുന്നണി പോരാളി പരിശുദ്ധ മറിയമാണെന്ന് ഈ തിരുവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. പരിത്രണ പദ്ധതിയുടെ പ്രാരംഭമായ മനുഷ്യ അവതാരത്തിൽ അതിൻ്റെ പരിസമാപ്തിയായ പെന്തക്കോസ്തായിലും മറിയം വഹിച്ച അതുല്യ പങ്ക് ആർക്ക് അവഗണിക്കാനാകും? രക്ഷാകര പദ്ധതിയുടെ എല്ലാം അടിസ്ഥാനമായി നിലകൊള്ളുന്നത് ദൈവപുത്രന്റെ മനുഷ്യാവതാരമാണ്. മറിയത്തിന്റെ സ്വതന്ത്രവും വലിയ വില കൊടുത്തുകൊണ്ടുള്ളതുമായ സഹകരണം കൊണ്ടല്ലാതെ അതെങ്ങനെ സാധ്യമാകുമായിരുന്നു? മനുഷ്യവർഗത്തിന്റെ പാപമെല്ലാം ഏറ്റെടുക്കാനും അവയുടെ പരിഹാരത്തിനായി ബലിയർപ്പിക്കാനും ആവശ്യമായിരുന്ന നിർമ്മല മനുഷ്യപ്രകൃതി രക്ഷകന് നൽകാൻ മറിയത്തിന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്ന് നാം മറക്കരുത്. രക്ഷകന്റെ കുരിശുമരണത്തിന്റെ അപാര വേദന മുഴുവൻ കുരിശിൻ ചുവട്ടിൽ നിന്നു കൊണ്ട് ആത്മാവിൽ സഹിച്ച മറിയത്തിന്റെ രക്ഷാസഹനത്തെ അങ്ങേയറ്റം ആദരപൂർവകമായാണ് സഭ എന്നും കണ്ടിട്ടുള്ളത്. യേശുവിൻ്റെ പീഡാസഹന മരണവേളകളിൽ പ്രത്യാശ നഷ്ടപ്പെട്ട് ചെതറിപ്പോയ ആദിമസഭയെ, സഭാതലവനായ പത്രോസ് ഉൾപ്പെടെയുള്ള ആദ്യ ശിഷ്യഗണത്തെ നാഥന്റെ പുനരുത്ഥാനത്തിലുള്ള പ്രത്യാശ പകർന്നുകൊടുത്ത് സഭയായി അവരെ നിലനിർത്തിയത് പരിശുദ്ധ മറിയമല്ലാതെ മറ്റാരാണ്? ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നവരെ നഗരത്തിൽ തന്നെ വസിക്കുവൻ എന്ന പെന്തക്കോസ്തായെ മുൻനിർത്തിയുള്ള നാഥന്റെ ആഹ്വാനമനുസരിച്ച് സെഹിയോൻ മാളികയിൽ 9 ദിനരാത്രങ്ങൾ നീണ്ട തീവ്രമായ പ്രാർത്ഥനയിൽ മുഴുകാൻ ശിഷ്യന്മാർക്ക് ആത്മീയ ഊർജം പകർന്നു കൊടുത്തുകൊണ്ടിരുന്നത് പരിശുദ്ധ മറിയം തന്നെയാണെന്ന് അപ്പോസ്തല പ്രവൃത്തി 1:14 നമുക്ക് വായിക്കാൻ സാധിക്കും. വലിയ ദൈവശാസ്ത്രജ്ഞനും മരിയഭക്തനുമായ വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ അഭിപ്രായപ്പെടുന്നത്, പരിശുദ്ധ മറിയത്തോട് ഉറ്റ സ്നേഹബന്ധം ഉള്ളവരുടെ ആത്മാവിലേക്കാണ് പരിശുദ്ധാത്മാവിന് ആമോദത്തോടെ വരാൻ ഏറെ പ്രിയം. ഇതനുസരിച്ച് നോക്കിയാൽ സിഹിയോൻ ശാലയിൽ സംഭവിച്ച അത്യസാധാരണമായ പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ പിന്നിൽ കന്യകാ മറിയത്തിന് അതുല്യ പങ്കുണ്ട് എന്നത് സുവ്യക്തമാണ്. രക്ഷാപദ്ധതിയുടെ തുടക്കമായ മനുഷ്യാവതാര രഹസ്യത്തിന് പരിശുദ്ധാത്മാവ് ഉപകരണമാക്കിയത് കന്യക മറിയത്തെയാണെങ്കിൽ അതിൻ്റെ പരിസമാപ്തിയായ പെന്തക്കോസ്തയ്ക്കും അവിടുന്ന് അവളെ മുഖ്യ ഉപകരണമാക്കി എന്ന് പറയുന്നതിൽ യുക്തിഭംഗമില്ല. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആദ്യ പെന്തക്കോസ്തായിൽ പരിശുദ്ധ മറിയം നിർണായക പങ്ക് വഹിച്ചതിനാൽ
ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വളരെ ശക്തമായ ഒരു പെന്തക്കോസ്ത അഭിഷേകം നടക്കണമെങ്കിൽ മറിയത്തിന്റെ സഹായം നമുക്കും അനിവാര്യമാണ്. ഈ അവസരത്തിൽ ജപമാല ഈ ഒരു പ്രത്യേകമായ കൃപ ലഭിക്കാൻ വേണ്ടി എങ്ങനെ അർപ്പിക്കാമെന്നും കൂടി നമുക്ക് ചിന്തിക്കാം. രക്ഷാകര സംഭവങ്ങളായ യേശുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം എന്നിവയുടെ ധ്യാനാത്മക പ്രാർത്ഥനയാണ് ജപമാല. അതിനാൽ ജപമാലയിൽ ഏറ്റവും പ്രധാനമായി നാം പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. കാരണം യേശു ജനിച്ചതും ജീവിച്ചതും പീഡയേറ്റതും മരിച്ചതും ഉയർത്തതും പരിശുദ്ധാത്മാവിന് നൽകാൻ വേണ്ടിയായിരുന്നു. അതിനാൽ പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് പാപികളായി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചൊല്ലുമ്പോഴെല്ലാം ഞങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്നിറയാൻ അമ്മേ അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതല്ലേ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ജപമാലയിൽ മറ്റൊരു നിയോഗം സമർപ്പിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം മത്തായി 6:33 അനുസരിച്ച് പ്രവർത്തിക്കുകയാണ് നാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുന്നത്. എന്താണ് മത്തായി 6:33? ദൈവത്തിൻ്റെ രാജ്യം നിങ്ങൾ ആദ്യം അന്വേഷിക്കുക, അപ്പോൾ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിൻ്റെ രാജ്യം എന്താണ്? റോമാലേഖനം 14:17 പൗലോസ് അപ്പോസ്തലൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള ആനന്ദവുമാണ്. ഇപ്പൊ ദൈവരാജ്യം അന്വേഷിച്ചാൽ മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അർത്ഥമാക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയാൻ അതിയായിട്ട് ആഗ്രഹിക്കുകയും അതിനു വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുകയും അവർക്ക് ആവശ്യമായതെല്ലാം ചോദിക്കാതെ തന്നെ തരികയും ചെയ്യും എന്നാണ്. പ്രിയരെ, ഇനി മുതൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കാം. ഇന്നത്തെ ദീപികാരുടെ ആരാധനയിൽ നമ്മൾ മഹിമയുടെ 3-ാം രഹസ്യം പരിശുദ്ധാത്മാവിൻ്റെ എഴുന്നള്ളത്ത് ധ്യാനിച്ചുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ പിതാവേയും 10 നന്മ നിറഞ്ഞു പറയുകയും ഒരു ദിവസം ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞു പറയുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് നമുക്ക് ഈ പ്രാർത്ഥനാ രീതി പരിശീലിക്കുകയും ചെയ്യാം. ദൈവത്തിന് സ്തുതി. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മഹിമയുടെ 3-ാം ദീപരഹസ്യം കർത്താവിൻ്റെ വാഗ്ദാനമനുസരിച്ച് തിരുവുത്ഥാനത്തിൻ്റെ 50-ാം ദിവസം സെഹിയോൻ ശാലയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മേലും സ്ലീഹന്മാരുടെ മേലും ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചത് നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ദീപികാരുടെ നാഥ, മറിയത്തിന് അങ്ങയുടെ തിരുഹൃദയത്തെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നും അവൾ അങ്ങേ മുമ്പിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകളൊന്നും അങ്ങ് നിരസിക്കുകയില്ലെന്നും ഞങ്ങൾ ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാക്കണമേ എന്ന് പരിശുദ്ധ മാതാവിൻ്റെ വിലയേറിയ മധ്യസ്ഥത വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെ ദൈവാത്മാവിനാൽ പൂരിതരാക്കണമേ. സ്ലിഹന്മാരുടെ മേൽ ആത്മാവിൽ വിശ്വസിച്ച് അവിടുന്ന് ഈ ആശീർവാദ സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ മറിയത്തിന്റെ മധ്യസ്ഥത വഴിയായും പരിശുദ്ധാത്മാ ഞങ്ങളിലേക്ക് ചൊരിയണമേ, വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.